പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എറണാകുളത്ത് നിന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥിയും പറവൂർ മുനിസിപ്പൽ കൗൺസിലറുമായിട്ടുള്ള ശ്രീമതി AK ഷൈൻ ടീച്ചറിനോട് ഞാൻ 1-2 ദിവസമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 3ാമത്തെ ചോദ്യമാണ്. ഷൈൻ ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രപ്രസ്താവന ഇറക്കിയിരുന്നു. ആ പത്രപ്രസ്താവന ഇറക്കി കഴിഞ്ഞപ്പോൾ അതിനെ തുറന്നിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. ആ പത്രപ്രസ്താവനയിൽ ഷൈൻ ടീച്ചറിന്റെ പത്രപ്രസ്താവനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാരഗ്രാഫുണ്ട്. പാരഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് എന്നും ശ്രീമതി AK ഷൈൻ ടീച്ചർ പത്രക്കുറിപ്പ് പറഞ്ഞു. അത് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഞാൻ ഷൈൻ ടീച്ചർക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിലാദ്യമായിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മൻചാണ്ടി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതിപ്പോൾ തന്നെ 2 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഷൈൻ ടീച്ചറോട് ഗോപി കോട്ടമുറിക്കലിനെയും P ശശിയെയും കടകംപള്ളി സുരേന്ദ്രൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതും സാമാന്യം തെറ്റില്ലാത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു. അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും. അതിലടുത്ത ചോദ്യമാണ് ഞാൻ ഷൈൻ ടീച്ചറിനോട് ഇന്ന് ചോദിക്കാൻ. ഷൈൻ ടീച്ചർ എത്ര നാളായി രാഷ്ട്രീയത്തിൽ? ഷൈൻ ടീച്ചറിന് ചെറുപ്പകാലം മുതലേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഷൈൻ ടീച്ചർ എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള CPM MLA-മാരെ കുറിച്ചിട്ട് ഷൈൻ ടീച്ചർക്ക് ഓർമ്മയുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിന്ന് ഷൈൻ ടീച്ചറോട് പറയാനുള്ളത്, കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് MLA അല്ല. അദ്ദേഹം പാർട്ടി നടപടിക്ക് വിധേയനായി. അദ്ദേഹം പാർട്ടിയുടെ താഴത്തെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ MLA അല്ല, നേരത്തെ MLA ആയി. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായ MLA-മാരിൽ ഒരാളായിരുന്നു ആ MLA. അദ്ദേഹം എവിടെ നിന്നാണ് MLA ആയത് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ MLA ആരാണ് എന്ന് പൊതുമണ്ഡലത്തെ എന്നോട് അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. MLA പലപ്പോഴും പുറത്തൊക്കെ വന്നിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ. പക്ഷെ ഞാനത് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ഷൈൻ ടീച്ചറിനോട് പറയാനുള്ളത്, ഷൈൻ ടീച്ചർ ഈ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ പലരെയും ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്ന ഷൈൻ ടീച്ചർ ഈ കണ്ണൂരിലുള്ള ഞാൻ ഈ പറഞ്ഞ MLA അദ്ദേഹം അനുഭവിക്കുന്ന മനോവ്യഥയെക്കുറിച്ചും അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തെക്കുറിച്ചും ഷൈൻ ടീച്ചർക്ക് അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. ഷൈൻ ടീച്ചർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ MLA കുറെ വർഷങ്ങൾക്ക് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഈ MLA കർഷക സംഘത്തിൽ നിന്ന് ധനാപഹരണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ആ പുറത്താക്കിയതിനെതിരെ അദ്ദേഹം ഡസൻ കണക്കിന്, എന്നിട്ട് അവസാനം ജാഗ്രത കുറവുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞെന്ന് അദ്ദേഹം ഡസൻ കണക്കിന് തവണ പ്രകാശ് കാരാട്ടിന് തന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ടും ആരൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കണ്ണൂര് താഴെത്തട്ടിലുള്ള ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടീച്ചറിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, ഇപ്പൊ വലിയ സദാചാര ബോധത്തെക്കുറിച്ചിട്ടും ഈ പറഞ്ഞ ഒരു അവാദ പ്രചരണങ്ങളെക്കുറിച്ചും മനോവ്യഥയെക്കുറിച്ചും കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷൈൻ ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ MLA, ഈ മുൻ MLA, CPM-ന്റെ മുൻ MLA, കണ്ണൂരിൽ നിന്നുള്ള ഈ മുൻ MLA ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമത്തിനോട് പറഞ്ഞത്, ഞാൻ രോഗാതുരനാണ്, എനിക്ക് രോഗം തന്നത് പാർട്ടിയാണ് എന്നാണ്. ഈ പാർട്ടിയാണ് എന്നെ രോഗിയാക്കിയത് എന്നാണ് ആ മുൻ MLA പരസ്യമായി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ MLA നിരന്തരമായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എനിക്കറിയില്ല എന്നാണ് ആ MLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് MLA കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഷൈൻ ടീച്ചറോട് എനിക്ക് പറയാം. ഷൈൻ ടീച്ചർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ MLA-യുടെ മകളെ P ശശി എന്ന് പറയുന്ന ഒരു നേതാവ് പീഡിപ്പിച്ചു എന്നൊരു പരാതി ഉണ്ടല്ലോ എന്ന് ആ MLA-യോട് അവതാരകൻ ചോദിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ആ മുൻ MLA ആ അവതാരകനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തൻ്റെ മകളെ P ശശി പീഡിപ്പിച്ചു എന്നൊരു പരാതി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ
അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ആ മുൻ MLA ആ അവതാരകനോട് പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അയാളുടെ മകളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി പി ശശിക്കെതിരെ ഉയർന്നിരുന്നു. അത് അയാൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പി ശശിയെ 2011 ജൂലൈ 2 ഈ പി ശശിയെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. പക്ഷെ ടീച്ചർ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് ചെറിയൊരു വാർത്ത ഞാൻ വായിക്കാം. ഗുരുതരമായ സദാചാര ലംഘനം നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ സെക്രട്ടറി പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2011 വന്ന വാർത്തയാണ്. പാർട്ടി സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. ശശിയെ സസ്പെൻഡ് ചെയ്യാനുള്ള പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സംസ്ഥാന സമിതി തള്ളിക്കളയുകയായിരുന്നു. സദാചാരം ലംഘിച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ സംസ്ഥാന സമിതി അംഗമാണ് ശശി. ശശിക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന അഭിപ്രായത്തിൽ സമിതിയിലെ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു എന്നാണ് റിപ്പോർട്ട്. നേരത്തെ സംസ്ഥാന സമിതിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ശശിയെ തരം താഴ്ത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് മതിയായ ശിക്ഷയല്ലെന്ന് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ശശിക്കെതിരെ പെരുമാറ്റ ദൂഷ്യം ഉയർന്നത് എന്ന കാര്യം നേതൃത്വം ഗൗരവത്തോடு തന്നെയാണ് കണ്ടത്. അല്പം വൈകിയാണെങ്കിലും ശശിക്കെതിരായ ശക്തമായ നടപടി വന്നത് ഇക്കാരണത്താലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ശശി വിഷയം ശക്തമായി രംഗത്തുണ്ടായിരുന്നു. മലബാറിൽ പാർട്ടിക്ക് ഇത് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചതും രാജിക്കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയതുമെല്ലാം ശശിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. ശശിയെ പുറത്താക്കണമെന്ന് VS അച്യുതാനന്ദൻ പലതവണ പ്രത്യക്ഷമായും പരോക്ഷമായും ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ പരമ്പരാഗതമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന VSന്റെ നിലപാടിനുള്ള പിന്തുണ കൂടിയാണ് സംസ്ഥാന സമിതിയുടെ ഇപ്പോഴത്തെ തീരുമാനം. DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും CPMന്റെ ഒരു MLAയും നൽകിയ പരാതികളിലാണ് ശശിയെ പുറത്താക്കലിലേക്ക് നയിച്ചത്. യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പി ശശി ചികിത്സയിൽ കഴിയുന്ന സമയത്ത് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് DYFI നേതാവിന്റെ ഭാര്യയായ യുവതി CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. CPMലെ പ്രമുഖനായ ഒരു MLA സമാനമായ മറ്റൊരു പരാതി നൽകി. MLAയുടെ മകളോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു പരാതി. എന്നാൽ ആദ്യമൊന്നും ഈ പരാതി കാര്യമാക്കാതിരുന്ന പാർട്ടി നേതൃത്വം ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായതോടെ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതമാകുകയായി. ഷൈൻ ടീച്ചറെ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മിണ്ടാതിരുന്നതോ കാണാതിരുന്നതോ ഒക്കെ ആയിരിക്കണം. കാരണം പാർട്ടിയിലുള്ളവർ അങ്ങനെയാണല്ലോ. ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താ ടീച്ചറെ? ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്, പി ശശി എന്ന് പറയുന്ന ഇയാള് ഒരു MLAയുടെ CPM MLAയുടെ മകളെയും ഒരു DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 2011 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഷൈൻ ടീച്ചർ, ഈ പി ശശി. ആ പി ശശി പിന്നീട് കുറച്ചാൾ പാർട്ടിക്ക് പുറത്ത് കഴിഞ്ഞു. ഇപ്പൊ എവിടെയാണ് ഷൈൻ ടീച്ചറെ പി ശശി ഇരിക്കുന്നത്? എവിടെയാ പി ശശി ഇരിക്കുന്നത്? പി ശശി ഇരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് പി ശശി ഇരിക്കുന്നത്. പി ശശി ചെയ്തത് എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ചെയ്തതിന് പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ഷൈൻ ടീച്ചർ. ആ പി ശശിക്കെതിരെ പരാതി കൊടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ CPMന്റെ MLA, അദ്ദേഹം ഇപ്പോൾ മുൻ MLA ആണ്. അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അയാളുടെ മകളെ പോലും പീഡിപ്പിച്ചു എന്നായിരുന്നു പി ശശിക്കെതിരായി പരാതി. ആ പരാതിക്ക് പുറത്തുപോയ പി ശശി തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു. അയാളെ പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി. അയാളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തു പിണറായി വിജയൻ. പരാതി കൊടുത്ത മുൻ MLAയുടെ അവസ്ഥ എന്താ? അയാൾ കർഷക സംഘത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കി, അയാളെ പാർട്ടിയിൽ തരം താഴ്ത്തി. അയാളിപ്പോൾ ഒരു കീഴ്ക്കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. അയാൾ രോഗിയായിരിക്കുന്നു. ഷൈൻ ടീച്ചർ എന്നാലോചിച്ച് എത്ര ക്രൂരമാണ്. രോഗം എനിക്ക് പാർട്ടി തന്നതാണ് എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു പരസ്യമായി. എൻ്റെ മനോവിഷമം കൊണ്ട്, എനിക്കിതിലൂടെ ഉണ്ടായ മനോവിഷമവും മനോവിധയും കൊണ്ടാണ് ഞാൻ രോഗിയായതെന്നും എനിക്ക് രോഗം പാർട്ടി തന്നതാണെന്നും അയാൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് മനോവ്യഥയല്ലേ ഷൈൻ ടീച്ചറെ? അല്ലേ? ഈ മനോവ്യഥ അയാൾക്കുണ്ടാക്കി കൊടുത്തത് ആരാണ് ഷൈൻ ടീച്ചർ? പാർട്ടിയല്ലേ? CPM അല്ലേ? സത്യത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും സാത്വികനായിട്ടുള്ള, ഏറ്റവും 100% കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു MLA ആണ് ഈ MLA. ഏറ്റവും ജനപ്രിയനായിട്ടുള്ള MLA. ജനകീയ വിഷയങ്ങളിൽ എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മിതഭാഷിയായ 180% കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ MLA. ആ MLA പറയുകയാണ്, ഞാൻ ഇനി എന്ന് മരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് രോഗം പാർട്ടി തന്നതാണ്.
അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഷൈൻ ടീച്ചറിനോട് പറയാനുള്ളൊരു കാര്യം, ഷൈൻ ടീച്ചർ ഈ അപവാദ പ്രചരണങ്ങളെക്കുറിച്ചും ഈ ദുഃഖത്തെക്കുറിച്ചും ഈ പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വേളയെങ്കിലും ഒരു നിമിഷം നേരത്തേക്കെങ്കിലും ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഈ മുൻ MLA കുറിച്ച് ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ആ MLA അനുഭവിക്കുന്ന മനോവ്യഥയെക്കുറിച്ച്, മനോവിഷമത്തെക്കുറിച്ച് ഷൈൻ ടീച്ചർ ഒന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ആ മനോവ്യഥയും ആ മനോവിഷമവും ആ മുൻ MLAക്ക് ഉണ്ടാക്കി കൊടുത്തത് ഷൈൻ ടീച്ചർ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്ന ആ പാർട്ടിയാണ്, ആ പ്ലാറ്റ്ഫോമാണ്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPIM ആണ് എന്നോർക്കണം. ആ പാർട്ടിയാണ് എന്നെ രോഗിയാക്കിയത് എന്നാണ് ആ മുൻ MLA പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഷൈൻ ടീച്ചർ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വാദോരാതെ വലിയ പ്രസ്താവനകളൊക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോൾ ഈ മുൻ MLAയെ കുറിച്ച് കൂടി, അയാൾ അനുഭവിക്കുന്ന മനോവ്യഥയെക്കുറിച്ചും അയാൾ അനുഭവിക്കുന്ന മനോവിഷമത്തെക്കുറിച്ചും അയാൾക്ക് കിട്ടിയ രോഗത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കണം എന്നും അത് അയാൾക്ക് സമ്മാനിച്ചത് CPM എന്ന് പറയുന്ന ഷൈൻ ടീച്ചറിന്റെ പാർട്ടിയാണ് എന്നുള്ള കാര്യവും ഷൈൻ ടീച്ചർ ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.